ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ മുട്ടക്കറിയുടെ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ബാച്ചിലേഴ്സ് സ്പെഷ്യൽ മുട്ടക്കറി എന്നും പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് അത്ര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ചുരുങ്ങിയ സമയം മതി, അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അതേപോലെ തന്നെ ബിസിയുള്ള ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റ് വളരെ അധികമുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മുട്ട ആദ്യം തന്നെ നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കണം. ഇതൊന്ന് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയ്ക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. ഈ 1.25 കപ്പ് തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേവി അധികം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ തേങ്ങയുടെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഈ തേങ്ങയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്. അപ്പോൾ ജീരകം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ 10-12 ചെറിയ ഉള്ളി നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വറവ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്കൊരു 3-4 ചെറിയ ഉള്ളി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഈ 2 അല്ലി വെളുത്തുള്ളി നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. 2 അല്ലി ആണെങ്കിലും ഇത് കറിക്ക് ഒരുപാട് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം തന്നെ മതി. പിന്നെ പച്ചമുളക് 2 എണ്ണം. പിന്നെ കറിവേപ്പില, അത് ഒരു തണ്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ അരയ്ക്കുന്ന സമയത്ത് ഒരു 3-4 അല്ല ഇതിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ 1-2 തണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വറവിടുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്. ഇപ്പോൾ 1.25 കപ്പ് തേങ്ങയ്ക്ക് 1 ടീസ്പൂൺ ഉപ്പ് കറക്റ്റാണ്. പിന്നെ ഞാനിവിടെ ഇപ്പോൾ 1.25 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. തേങ്ങയുടെ അതേ അളവിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അതേ അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ അരഞ്ഞു കിട്ടും. പിന്നീട് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇത് മിക്സിയിൽ നല്ല പോലെ അരഞ്ഞതിന് ശേഷം ഞാനിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മിക്സിയിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ 1.5 കപ്പ് വെള്ളം ആവും. അതായത് 1/4 കപ്പും കൂടി വെള്ളം ഞാൻ അധികം എടുക്കും. അപ്പോൾ ഈ മിക്സിയിലുള്ള തേങ്ങയൊക്കെ ഒന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ തേങ്ങയൊക്കെ അരച്ച് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഞാനിവിടെ 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയ ഉള്ളി 2-3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഉണക്കമുളക് അത് ഒരു 2-3 എണ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ഇവിടെ 1-2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ തണ്ടും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. നമുക്ക് പിന്നീട് കറി വെന്തതിന് ശേഷം ആ കറിവേപ്പിലയുടെ തണ്ടെടുത്ത് കളഞ്ഞാൽ മതി കറി വിളമ്പുന്ന ടൈമിൽ. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കരിയാതെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കറിയുടെ മേലെ വറവായിട്ട് ഇടാണ്ട് നമ്മൾ ഈ പാനിൽ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലപ്പൊടികളും 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം നമ്മൾ ലോ ആക്കിയിടാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് പാനിന് തന്നെ ഒരു ചൂടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പൊടികളൊക്കെ. പിന്നീട് 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറഞ്ഞ ചൂടിൽ ഇതൊന്ന് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്ലെയിം ഹൈ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമൊക്കെ ആണെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1/4 കപ്പ് വെള്ളത്തിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സിയിൽ കുറച്ച് തേങ്ങയുടെ അംശമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പോരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമായി. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 4 മുട്ടക്കറിയിലേക്ക് ആവശ്യമുള്ള ഗ്രേവിയുള്ള ഒരു കറിയാണ്. ഇത് അധികം തിക്കുണ്ടാവില്ല, അധികം ലൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നാളികേരമായതുകൊണ്ട് ഇതൊന്ന് തിളച്ചാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് കറി വല്ലാതെ വറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് മുട്ടിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ മുട്ട പുഴുങ്ങിയതൊക്കെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ചൂടാറിയതിന് ശേഷം മാത്രം തൊലി പൊളിച്ചെടുക്കുക. ചൂടോട് കൂടിയാണെങ്കിൽ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തിരക്കൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഏത് ഷേപ്പിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ പീസാക്കിയിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുമാതിരി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് മസാലയൊക്കെ പിടിക്കും ഇത് ചൂടുള്ള കറിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. നമ്മളിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മിക്സാക്കണമെങ്കിൽ മിക്സാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി മുട്ടക്കറി റെഡി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം.